നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. കാട്ടുകള്ളൻ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. കാട് മുഴുവൻ ഒറ്റയ്ക്ക് വിഴുങ്ങാമെന്ന മോഹവുമായാണ് അൻവർ കോൺഗ്രസിന്റെ മടയിലേക്ക് ചെന്ന് കയറിയത്. പക്ഷേ ചെറുതായിട്ടൊന്ന് പിഴച്ചു. എന്നാൽ വീണ്ടും എന്നെ നിർബന്ധിച്ചാൽ, നിങ്ങൾ നിർബന്ധിച്ചാൽ മാത്രം നിങ്ങൾക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണ്, അല്ലാതെ തോൽക്കുമെന്ന ഭയം കൊണ്ടൊന്നുമല്ല എന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് അൻവർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നൽകിയ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ UDF-ന് മുന്നിൽ കടുത്ത ഉപാധികൾ വെച്ച് PV അൻവർ വീണ്ടും നിലപാട് കടുപ്പിക്കുകയാണ്. കോൺഗ്രസിന് ഇത് എന്തിന്റെ കേടായിരുന്നു എന്നാണ് അറിയാത്തത്. വല്ല കാര്യവും ഉണ്ടായിരുന്നു വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വയ്ക്കാൻ? വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തിയാൽ വനം വകുപ്പും ആഭ്യന്തര വകുപ്പും തനിക്കു നൽകണമെന്ന പുതിയ ആവശ്യമാണ് അൻവർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. വനമാകുമ്പോൾ വലിയ പണിയുമില്ല, നന്നായി കൈയിട്ട് വാരുകയുമാകാം, ആരും അത്ര ശ്രദ്ധിക്കുകയുമില്ല എന്നാവും അൻവറിന്റെ ചിന്ത. അതോ ഇനി ശത്രുക്കൾ പറഞ്ഞു പരത്തുന്നത് പോലെ വല്ല തേക്കോ ഇട്ടിയോ, ഇനി അതൊന്നുമല്ലെങ്കിൽ ചന്ദനമോ ഒക്കെ മുറിച്ച് രാഖ്യരാമാനം കടത്താനുള്ള കുതന്ത്രങ്ങൾ വല്ലതും ശരിക്കും ഇനി അൻവറിന് വശമുണ്ടോ? കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് തന്നെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണെന്ന് അൻവറിനും ഏറെക്കുറെ ധാരണയൊക്കെയുണ്ട്. അതുകൊണ്ട് പുതിയ പദ്ധതി വേറെ ഒരെണ്ണം, അതും ഫ്രഷ്, അൻവർ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്ത ലക്ഷ്യം തന്നെ പുറത്താക്കാൻ ചരടു വലിച്ചവന്റെ കസേരയാണ്. മറ്റാരുമല്ല ഭാഗ്യവാൻ, സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ സ്ഥാനഭ്രഷ്ടനാക്കണമെന്നതാണ് അടുത്ത ആവശ്യം. ഇനി ആ സ്ഥാനത്ത് കയറിയിരിക്കാനുള്ള അതിമോഹമാണോ എന്നും അറിയില്ല അൻവറിന്റെ മനസ്സിൽ. മന്ത്രി കസേര കോൺഗ്രസിന് നിലവിൽ കേരളത്തിൽ അത്ര എളുപ്പമല്ല എന്നിരിക്കെ പ്രതിപക്ഷ നേതാവിന്റെ കസേര സ്ഥിരമാണ്. അവിടെ നിന്ന് അടുത്ത കാലത്തൊന്നും ഒരു മാറ്റമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്ന് അൻവറിന് നന്നായി അറിയാം. പോരാത്തതിന് KPCC അധ്യക്ഷന്റെ കസേരയിൽ നിന്ന് പാവപ്പെട്ട സുധാകരനെ എല്ലാവരും കൂടി പിടിച്ച് വലിച്ചു താഴ്ത്തിട്ടപ്പോൾ തന്നെ സുധാകരനും KPCC അധ്യക്ഷനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റുന്ന ഒരു മാമൂൽ കേരളത്തിൽ ഉണ്ടെന്നും അതുകൊണ്ട് ഞാൻ പോകുന്നെങ്കിൽ അത് സതീശനെയും കൊണ്ട് മാത്രമെന്നും പ്രഖ്യാപിച്ചതാണ്. ഈയിടെ അൻവറിനൊരൽപ്പം സുധാകര സ്നേഹം കൂടിയിട്ടുമുണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ സുധാകരന്റെ മനസ്സിളക്കി സതീശനെതിരെ ഒരു രഹസ്യ പ്രതിപക്ഷം കോൺഗ്രസിനുള്ളിൽ തുടരാൻ അൻവറിന് ലക്ഷ്യമുണ്ടെന്ന് മനസ്സിലാക്കാം. ഇതിൽ രണ്ടിലൊന്ന് ചെയ്താൽ മാത്രമേ പത്രിക പിൻവലിക്കൂവെന്ന് UDF-നെ അറിയിച്ചതായി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. സതീശൻ മുക്കാൽ പിണറായി ആണെന്നും അൻവർ ആരോപിച്ചു. എവിടെ അൻവറിന് തോൽവി വന്നാലും കിടക്കപ്പുറതിയില്ലാത്തത് പിണറായിക്കായല്ലോ. വനം മന്ത്രി സ്ഥാനം നൽകണം, പോലീസിലെ RSS വൽക്കരണം ഇല്ലാതാക്കണമെങ്കിൽ ആഭ്യന്തര വകുപ്പ് നൽകണം, അല്ലെങ്കിൽ VD സതീശനെ ആ സ്ഥാനത്തു നിന്നും മാറ്റണമെന്ന ഉറപ്പ് നൽകണമെന്നുമാണ് അൻവർ ആവശ്യപ്പെടുന്നത്. ഈ രണ്ട് വകുപ്പുകളാണ് ഇവിടെ ശുദ്ധീകരിക്കപ്പെടേണ്ടത് എന്നും IFS ഉദ്യോഗസ്ഥർ കേന്ദ്ര ലോബിയുടെ സഹായത്തോടെ മലയോര ജനതയെ കുടിയിറക്കാൻ വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാക്കി മലയോര മേഖലയെ മാറ്റുകയാണെന്നും അൻവർ ആരോപിച്ചു. മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളവും കഴിക്കാൻ തീറ്റയുമില്ല എന്നും സംരക്ഷണ ഭിത്തിയില്ല എന്നും ഈ രീതിയിൽ പോയാൽ കോഴിക്കോട് അങ്ങാടി വരെ വനമാകുമെന്നും അൻവർ ആരോപിച്ചു. ഇതിന് തടയിടാനാണ് വനം വകുപ്പ് തന്നെ വേണമെന്നാണ് അൻവറിന്റെ പക്ഷം. അൻവറിന്റെ UDF-ലേക്കുള്ള വാതിൽ ഒറ്റയടിക്ക് അടച്ചത് VD സതീശനാണ് എന്ന് കൂട്ടിച്ചേർത്ത അൻവർ അടച്ച വാതിൽ തുറക്കാൻ UDF-ലെ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കുന്നുണ്ട് എന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ UDF-ന്റെ മുന്നണി പോരാളിയായി രംഗത്തുണ്ടാകുമെന്നും പ്രഖ്യാപിച്ചു. മത്സരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ അൻവർ സതീശനാണ് തന്നെ മത്സര രംഗത്തിറക്കിയത് എന്നും മലപ്പുറം ജില്ലയിലെ 60 ലക്ഷം ജനങ്ങളിലേക്ക് വികസനം എത്താത്തതിനാൽ ജില്ലയെ വിഭജിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പറഞ്ഞു. എന്തായാലും ആഭ്യന്തരം അൻവറിന് ചേരും. കൊടുക്കുമ്പോൾ താക്കോൽ കള്ളന് തന്നെ കൊടുക്കണമെന്നൊരു ചൊല്ലുണ്ട്.